നമസ്കാരം. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമ്മുടെ സ്വന്തം പിണറായി വിജയൻ വിഭാഗീയത കാലത്ത് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു. CPM-ലെ ഉള്ളുകള്ളികൾ ആർക്കും അറിയില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. ഇത് പിന്നീട് പലതവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ് MD ഉയർത്തിയ നേതൃപൂജ വിവാദത്തിലും നടക്കുന്ന കാര്യങ്ങൾ. കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെക്കുറിച്ച് CPM-ൽ രഹസ്യാന്വേഷണം തന്നെ നടന്നു. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചത്. MD-യുടെ വിമർശനം വന്നതോടെ ക്യാപ്സ്യൂൾ ഇറക്കിയത് പിണറായിയെ കുറിച്ചല്ല എന്നായിരുന്നു. പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചത് പുതുമയില്ലാത്ത ആരോപണമാണ് എന്നും പ്രതികരിക്കേണ്ടതില്ല എന്നും. ഇതിനെല്ലാം ശേഷമാണ് MD-യുടെ ആരോപണം പിണറായിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നും അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് രഹസ്യ അന്വേഷണം നടത്തണമെന്നും തീരുമാനിച്ചത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ CPM സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് ആർക്കും ഒരു ചുക്കുമറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് സത്യമായി വരും. പ്രസംഗ വിവാദത്തിന് പിന്നിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സംഘാടകരിൽ ചിലരുടെ പങ്കുണ്ട് എന്നായിരുന്നു CPM-ലെ ഒരു വിഭാഗം ആരോപിച്ചത്. EMS സമാരാധ്യനായത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ട് ആചാരോപചാരമായ നേതൃപൂജകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ MD-യുടെ പ്രസംഗം. ഇത് വിവാദമാക്കിയതിന് പിന്നിൽ CPM-ലെ തന്നെ ചിലരാണ് എന്നതായിരുന്നു പാർട്ടിക്കുള്ളിലെ വിമർശനം. പിണറായി വിജയനെ പ്രകീർത്തിച്ച് തിരുവാതിരക്കളിയും സംഗീത ആൽബവും ഒക്കെ ഇറങ്ങിയത് ഏറെ വിവാദമായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് MD-യുടെ ഈ വിമർശനം. ആഭ്യന്തര വകുപ്പാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായാണ് സൂചന. MD-യുടെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഭവം വിവാദമാകുമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രസംഗം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും പ്രതിപക്ഷം സർക്കാരിനെതിരെ ഇത് ആയുധമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ നിർദ്ദേശം നൽകിയത്. ബാഹ്യ ഇടപെടൽ ഇല്ല എന്നും മാത്രമല്ല പഴയ ലേഖനം MD ആവർത്തിക്കുകയാണ് ചെയ്തത് എന്നും റിപ്പോർട്ട് ചെയ്ത രഹസ്യാന്വേഷണ സംഘം അത് സാധൂകരിക്കാൻ ലേഖനം പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകവും സംഘടിപ്പിച്ചു. റിപ്പോർട്ട് ADGP തലത്തിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ജനുവരി 11-ാം തീയതി ലിറ്റററി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് നേതൃപൂജയെയും അധികാരത്തിലെ വഴിതെറ്റലിനെയും കുറിച്ച് MD പ്രസംഗിച്ചത്. എഴുതി തയ്യാറാക്കിയ പ്രസംഗം സർക്കാരിനെതിരായി സംഘാടകരിൽ ആരെങ്കിലും തയ്യാറാക്കിയതാണോ എന്ന് കൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് സംശയം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു അന്വേഷണം. കോഴിക്കോട് CPM-ലെ വിഭാഗീയതയും ഈ വിഷയത്തിൽ ഒരു വിഭാഗം സംശയിച്ചിരുന്നു. MD-യുടെ പ്രസംഗം 2003-ൽ MD എഴുതിയ ലേഖനത്തിലുള്ള വരികളാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനാണെന്ന വ്യാഖ്യാനം തെറ്റാണെന്നുമായിരുന്നു CPM വിശദീകരിച്ചത്. MD-യുടെ വിമർശനത്തിൽ CPM-ൽ തിരുത്താനുണ്ടെങ്കിൽ തയ്യാറാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്.